എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഫിനാൻസിൽ എങ്ങനെയാണ് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ USDT ഡോളർ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്, ഇന്ത്യൻ രൂപ ഉപയോഗിച്ച് നമ്മൾ ക്രിപ്റ്റോ കറൻസി എങ്ങനെയാണ് വാങ്ങിക്കുന്നത് എന്നുള്ളത് ഓൺ സ്ക്രീൻ ഗൈഡൻസിന്റെ ഒരു റെക്കോർഡിംഗ് ആണ് ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ താഴെ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു. ആദ്യം തന്നെ ബിനാൻസ് ഓപ്പൺ ചെയ്യുക. ഇനി ഒരു കാര്യം ചെയ്തോ സാറ്, ബിനാൻസ് തുറന്നോ. അതില് വാലറ്റ്സിൽ ക്ലിക്ക് ചെയ്തോ. അതില് ഫണ്ടിങ് എടുത്തോ. അതില് P2P. ഇനി സാറിന് ആ എമൗണ്ട് അടിക്കേണ്ട പേജിൽ ക്ലിക്ക് ചെയ്യുക. ആ എമൗണ്ട് എന്ന് പറഞ്ഞ അവിടെ ഒരു 100 രൂപ എന്നടിക്കും. കൺഫേം. എന്നിട്ട് 100 രൂപയ്ക്ക് കൊടുക്കണ ആദ്യത്തെ ആള് 100 രൂപയ്ക്ക് മേടിക്കുമ്പോ 85 രൂപയായിരിക്കും. ഒരു രൂപയുടെ ഒക്കെ വ്യത്യാസം വരും ചെറിയ എമൗണ്ടിന് മേടിച്ചാല്. ബൈയിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ 100 രൂപ എന്നടിക്കാം, അല്ലെങ്കിൽ ബൈ ക്രിപ്റ്റോയിൽ പോയാൽ $2 അടിക്കാം. മിനിമം 100 രൂപയ്ക്കെങ്കിലും മേടിക്കണം എന്നുള്ള. അവിടെ സാറ് ഒരു 100 രൂപ എന്നടിച്ചേ. 100 രൂപ എന്നടിക്കുമ്പോ $1.17 വന്നുണ്ടോ. സാറിന് $1.5 വേണ്ടതെന്നുണ്ടെങ്കിൽ ബൈ ക്രിപ്റ്റോയിൽ ക്ലിക്ക് ചെയ്യാം. 1.17 പോരാ, ഒരു 1.5 വേണമെന്നുണ്ടെങ്കിൽ ബൈ ക്രിപ്റ്റോ എടുക്കുക. അതിന്റെ ഇപ്പുറത്ത് ബൈ ക്രിപ്റ്റോയിൽ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് അവിടെ 1.5 നടിക്കും. അപ്പൊ ഇത്രയും കിട്ടുമല്ലോ. 1.5 എന്ന് പറഞ്ഞാൽ 127 രൂപ 79 കൊടുക്കണം. അപ്പൊ ഇതിൽ ഏതാ വേണ്ടതെന്നുള്ളതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അവിടെ 1.17 തന്നെ അടിച്ചു. അപ്പൊ 100 രൂപയ്ക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. 1.17 ഇപ്പൊ 99.67 ആണുള്ളൂ. 1.8 ആക്കി. ഓക്കെ, ഇപ്പൊ 100 രൂപ 52 പൈസ ഉണ്ടാ കൊടുക്കണ്ടേ. ഇനി ബൈ വിത്ത് 0 ക്ലിക്ക് ചെയ്യാം. ഇനി മേക്ക് പേയ്മെന്റ് ക്ലിക്ക് ചെയ്യാം. ഇനി അയാളുടെ ഗൂഗിൾ പേയിൽ ക്ലിക്ക് ചെയ്യാം. ഏറ്റവും താഴെ കിടക്കണുണ്ടോ ഫോൺ നമ്പർ. ഇനി ആ ഫോൺ നമ്പറിൽ ഒരു കോപ്പി ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇനി ഗൂഗിൾ പേ എടുക്കാം. ഇത് ബാക്ക് അടിക്കാം. അതില് ഫോൺ നമ്പറിന്റെ ഓപ്ഷൻ എടുക്കാം. അതില് UPI അല്ല കേട്ടോ, ഫോൺ നമ്പറിൽ എടുക്കുക, പേസ്റ്റ് ചെയ്യാം. $100 അയക്കാം അല്ലെ. 100 രൂപ അയക്കും. 100 രൂപ 52 പൈസ. 152 പൈസ ആണല്ലേ. അത് നോക്കിയാ കറക്റ്റ് എമൗണ്ട് അതിൽ നോക്ക്. 100.52 ഉണ്ട്. ഓക്കെ, ഇനി ആ സ്ക്രീൻഷോട്ട് എടുത്തോ. ഇനി ട്രാൻസ്ഫേർഡ് നോട്ടിഫൈ സെല്ലർ ബട്ടൺ നിൽക്കുക. ചാറ്റ് ബോക്സ് എടുക്കുക അല്ലേ. ആ പ്ലസിൽ നെക്കി സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യുക. സ്ക്രീൻഷോട്ട് അയച്ചത് കാണുന്നില്ലല്ലോ ഇതില്. അത് നെറ്റിന്റെ സ്പീഡ് അനുസരിച്ചേ, ഇത്തിരി സ്പീഡ് ഉണ്ടെങ്കിൽ വേഗം വരും, അല്ലെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മള് ഒന്നുകൂടെ അയക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇല്ല, അവിടെ 2 ടിക്ക് വന്നോളൂ. അവിടെ ആ മാഞ്ഞു വായക്കണോടത്ത് പടം തെളിഞ്ഞു വരും. ഞാൻ ഇവിടെ ടൈപ്പ് ക്യാഷ് പെയ്ഡ് അടിച്ചോട്ടെ. അടിച്ചോ. മറ്റും വന്ന് മറ്റേ ഇതും വന്ന്. ഇനി നേരെ ഇത് പുറത്തോട്ട് വരാം അല്ലെ.
ഇനി അവിടെ വെയിറ്റ് ചെയ്താൽ മതി. അയാൾ 6 മിനിറ്റ്, അയാളുടെ ഏകദേശം ആവറേജ് എത്ര സമയം കൊണ്ട് റിലീസ് ചെയ്യും എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ താഴത്തേക്ക് ഒരു ബട്ടൺ കണ്ട, ക്രിപ്റ്റോ എമൗണ്ടിന്റെ തൊട്ട് താഴെ ഒരു ഡൗൺ ആരോ ബട്ടൺ. ക്രിപ്റ്റോ എമൗണ്ട് ആ അതിൽ ആ NK ഒരു അണ്ടർലൈൻ ഇട്ടേക്കണ ഇത് കണ്ട, ടെക് NZ. അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ റിവ്യൂ കാണാം. അയാൾ ഏകദേശം 3 മിനിറ്റ് കൊണ്ടൊക്കെ അയാൾ റിലീസ് ചെയ്യാറുണ്ട്. 2.87 മിനിറ്റ് ആണ് ആവറേജ് പേ ടൈം. 99% പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ഈ മാസം 2660 ട്രേഡ് അയാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അയാളൊരു വെരിഫൈഡ് മർച്ചന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് നമുക്ക് ശരിക്കും സെലക്ട് ചെയ്യേണ്ടത്. ഇയാള് ബിനാൻസിൽ രജിസ്റ്റർ ചെയ്തത് 158 ദിവസം മുമ്പാണ്. 157 ദിവസമായി അയാൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. മൊത്തം ഇതുവരെ 9386 പ്രാവശ്യം അയാൾ P2P കൗണ്ടർ പാർട്ടികളായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. 11,000 ട്രേഡ് അയാൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇയാളുടെ ട്രേഡ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആവാത്ത കംപ്ലീഷൻ റേറ്റ് ആണ് ഈ 94.97 ഏറ്റവും മുകളിൽ എഴുതിയേക്കണത്. കാരണം ചില ആൾക്കാർ ഇതുപോലെ നെക്കിയിട്ട് പൈസ അയച്ചു കൊടുക്കാതെയൊക്കെ പോകുമല്ലോ, അത് കംപ്ലീറ്റ് ആവാതിരിക്കുമല്ലോ. അങ്ങനത്തെ കുറെ കംപ്ലീഷൻ ആവാതെ വന്നേക്കണതാണ് ഈ പെർസെന്റേജ് കുറഞ്ഞേക്കണത് 94. ഇപ്പൊ നമ്മൾ പൈസ അയച്ചു കൊടുത്തിട്ട് അയാൾക്ക് കിട്ടാതെ വന്ന ചില ചാൻസുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നേക്കണ ഇതെല്ലാം കൂടി ചേർത്ത് നോക്കിയാൽ 11,044 പ്രാവശ്യം അയാൾ ട്രേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ 9,386 ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. നമ്മുടെ ഇതുപോലെ നമ്മളെ ഇപ്പൊ ഈ കഴിഞ്ഞ ഇപ്പൊ തൊട്ട് മുമ്പ് ചെയ്തത് മാത്രമേ മിസ്റ്റേക്ക് ആയിട്ടുള്ളൂ അല്ലെ? അതെ അതെ അതെ. അത് നമ്മുടെ റിവ്യൂ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. ബാക്ക് അടിച്ചോ, അതും കാണിച്ചു തരാം. ഒന്നും കൂടി ബാക്ക് അടിച്ചോ. നമ്മുടെ റിവ്യൂ കാണുമ്പോൾ ആ മോളില് വേണ്ട മോളില് 3 ഡോട്ട് ചെക്ക് യു ഹാവ് വൺ അത് നോക്കണോ? അത് നോക്കണ്ട. അതിപ്പോ ആ ഓർഡർ പ്രോഗ്രസ് ചെയ്യണമെന്ന് പറഞ്ഞുള്ള മെസ്സേജ് ആണ് ആ കാണുന്നത്. ഏതാണ്? യു ഹാവ് വൺ ഓർഡർ ഇൻ പ്രോഗ്രസ്. ഒരെണ്ണം ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ, പൈസ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പൊ നമ്മള് 100 രൂപ ഏറ്റവും മേളില് 3 ഡോട്ട് ഉണ്ട്. INR തൊട്ടടുത്ത് ഏറ്റവും മേളിലെ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അഡ്വർടൈസ്മെന്റ് മോഡ് ആക്കിയേ. ഏറ്റവും താഴെ ഉള്ളതിന്റെ തൊട്ട് മുകളിൽ അഡ്വർടൈസ്മെന്റ് മോഡ് അതിൽ ക്ലിക്ക് ചെയ്യും. കൺഫേം കൊടുക്കുക. ഓക്കെ അടിച്ചോ. ഓക്കെ, ഇനി അതിന്റെ ഏറ്റവും താഴെ ലാസ്റ്റ് ആ പ്രൊഫൈൽ എന്ന് എഴുതിയേക്കണുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്തേ. ഇത് സാറിന്റെ റിവ്യൂ ആണ്. 30 ദിവസത്തിനിടയിൽ 9 ട്രേഡ് ചെയ്ത് 90% സാറിന്റെ കംപ്ലീഷൻ റേറ്റ് കിടക്കണേ. P2P കഴിഞ്ഞിട്ടാ. ആ മോറിലൊന്ന് ക്ലിക്ക് ചെയ്തേ. ആ ആവറേജ് പേ ടൈം റിലീസ് ടൈം ഒക്കെ കഴിഞ്ഞ ഒരു വര ഉണ്ട്. ആ വരയുടെ തൊട്ട് മുകളിലായിട്ട് ഇത് സാറ് എന്നാണ് രജിസ്റ്റർ ചെയ്തത്? 270 ദിവസം മുമ്പ്. സാറിന്റെ ഫസ്റ്റ് ട്രേഡ് 104 ദിവസം മുമ്പായിരുന്നു. 13 കൗണ്ടർ പാർട്ടീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. 8 ബൈ 5 സെല്ല്. നമ്മള് ഭയങ്കര കുറവാണല്ലേ? നമ്മള് ഭയങ്കര കുറവാണ്. സാറിന്റെ 30 ദിവസത്തെ വോളിയം ബിറ്റ്കോയിനിൽ 0.06 ബിറ്റ്കോയിൻ ആണ് സാർ മേടിച്ചേക്കണേ. ഇപ്പൊ ഡോളർ രൂപയിലൊക്കെ പറഞ്ഞെന്നുള്ളൂ. ഇപ്പൊ ഇതില് ബിറ്റ്കോയിനിലാണ് അതിന്റെ എമൗണ്ട് പറഞ്ഞേക്കണേ. നോക്കത്തുള്ളൂ. അതിന് ബാക്ക് അടിച്ചോ. നവീൻക്ക് 100 രൂപ ഇട്ടിട്ടുണ്ട്. അത് 100 രൂപയൊക്കെ കിട്ടിയതിന്റെ മെസ്സേജ് വന്നേക്കണല്ലോ. ബാക്ക് അടിച്ചോ. അയ്യോ, ബാക്ക് അടിച്ചിട്ട് ആ ഓർഡർ ഒക്കെ കംപ്ലീറ്റ് ആയി. ഇപ്പൊ ആ ഓർഡർ ഒന്നും ഇല്ല. സാറിന്റെ ഇതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ ഇവിടെ 100 രൂപയുടെ ഡോളർ വന്നിട്ടുണ്ടാവും. ഒന്ന് റിഫ്രഷ് ചെയ്തേ. ഫണ്ടിങ് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ സ്പോട്ടായി പോയി വാലറ്റ്. ഫണ്ടിലൊന്നും കിടപ്പുണ്ടാവും അല്ലേ പൈസ? മാറിപ്പോയി. ഇപ്പൊ
അവിടെ 196.18 വന്നേക്കണണ്ട ഡോളർ. അതെ അതെ. ഇനി ഇത് ആ 100 രൂപയ്ക്ക് ഉള്ളത് വിൽക്കണത് നമ്മള് സ്പോട്ടിലോട്ട് മാറ്റിയെങ്കില് ട്രാൻസ്ഫർ നിൽക്കണം അല്ലെ? 100 രൂപയുടെ വിൽക്കണത് എങ്ങനെയാന്ന് കൂടി കാണണോ? ഹലോ, ആ കൺഫേം ട്രാൻസ്ഫർ എടുത്ത സ്പോട്ടിലേക്ക് മാറും. ഇത് മറ്റേ ഇത് അയച്ചു കൊടുക്കാനാണോ? ഇത് 2 പേർക്ക് ഡോളർ മറ്റേ മെഗാ മൈനിങ്ങിലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ പിന്നെ സാറിന് അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് നമ്മുടെ ഇത് എന്താ ചെയ്തില്ല. അപ്പൊ അത് വീണ്ടും ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട ആവശ്യം. ഇപ്പൊ നമ്മൾ ഇതെല്ലാം ചെയ്തില്ലേ, എന്തോ അത് പ്രൊഫൈൽ എടുക്കാൻ പറ്റും, നമ്മുടെ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അത് കുഴപ്പമില്ല. നമ്മൾ വീണ്ടും ഇപ്പൊ പഴയലോട്ട് ആക്കണോ? വേണ്ട വേണ്ട. അല്ല, ഇത് ട്രാൻസ്ഫർ ആയില്ല, സ്പോട്ടിലേക്ക് വന്നില്ല. വേറെ അയച്ചു കൊടുക്കാനാണെങ്കിൽ സ്പോട്ടിൽ മാറ്റണമെന്നൊന്നുമില്ല, വിഡ്രോ എടുത്താലും മതി കേട്ടോ. ഹലോ സാറേ, ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ പിന്നെ നമ്മുടെ ഇത് ഇപ്പൊ എവിടെ കിടക്കുന്ന നമ്മൾ ചെക്ക് ചെയ്തല്ലോ. അപ്പൊ നമ്മളത് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് വീണ്ടും തിരിച്ച് ഇതിലോട്ട് ചെയ്യേണ്ടതുണ്ടോ? ചെയ്തതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഇനി നമുക്കൊന്നും ചെയ്യണ്ട. മറ്റേ സ്പോട്ട് ഫണ്ടിങ്ങിൽ നിന്ന് സ്പോട്ടിലേക്ക് മാറിയില്ല, അതെന്തോ നെറ്റ്വർക്ക് എറർ വന്ന് പോയിട്ടില്ല അല്ലേ? പോയിട്ടില്ല. ട്രാൻസ്ഫർ BTC മാറ്റിയിട്ട് USDT ആക്ക്. ആക്കി മാക്സിമം കൊടുത്തു. ഇല്ലല്ല, പോയല്ല. ഇപ്പൊ ഒന്നും കാണുന്നില്ല. നേരത്തെ എറർ വന്ന് കാണിച്ച് പോകാത്ത പോലെ. ഇനി ഒന്ന് നോക്കിയേ, ഫണ്ടിങ്ങിൽ ഉണ്ടായില്ല, പോയി. ഓക്കെ. ഇപ്പൊ സാറ് നമ്മള് പിന്നെ ചെയ്തതിന്റെ വീഡിയോ റെക്കോർഡിംഗ് സാറിന്റെ കയ്യിലുണ്ടോ? ഞാൻ അയച്ചുതരാം. ഓക്കെ. അപ്പൊ ഇനി എനിക്ക് നോക്കി ചെയ്താൽ മതി അല്ലേ? മതി. ഓക്കെ സാറേ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.